ഓക്കെ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നിങ്ങൾ മനസ്സിൻ്റെ മാന്ത്രികതയെ അല്ലെങ്കിൽ മനസ്സിലെ ഇംപ്യൂരിറ്റീസിനെയും മനസ്സിനെ പാകപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പഠിച്ചു അല്ലേ? എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ ഒന്ന് ചോദിക്കുക, ഒന്നുകൂടി കേൾക്കുക. എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത്, വീണ്ടും നമ്മൾ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമങ്ങളിലേക്ക് തന്നെയാണ്. കാരണം ഇത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ സ്വസ്ഥമായിരിക്കുമ്പോൾ മാത്രമാണ് ക്ലാസ് കേൾക്കേണ്ടതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രീത്തിങ് എക്സസൈസ് എങ്കിലും ചെയ്തിട്ട് ഒന്ന് മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം ഈ സാധനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. കാരണം ഞാനിത് 3 ഫോർമാറ്റിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും PDF ആയിട്ടും തരുന്നുണ്ട്. PDF പുസ്തക രൂപത്തിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം, ഞാൻ ഈ സംസാരിച്ചതൊക്കെ അവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് സമയപരിമിതി നമ്മുടെ എല്ലാവരുടെയും വിഷയമാണ് അല്ലേ? നമുക്കെപ്പോഴും വീഡിയോ കണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾക്ക് ജോലിയും അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോഴായിരിക്കും കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും കേൾക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓഡിയോ കൂടി നിങ്ങൾക്ക് തരുന്നത്. ഓഡിയോ ആവശ്യമുള്ളവർ അറിയിച്ചാൽ അഡ്മിനെ ബന്ധപ്പെട്ടാൽ അവർ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് സംഭവം അയച്ചു തരും. ഇനി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ കിടക്കാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഹാവ് എ ബ്രീത്ത്. ഇപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ പ്രയത്നം എങ്ങനെയാണോ അതിന് സമാനമായി പ്രപഞ്ചം പ്രതികരിക്കുന്നു എന്നതാണ് ആകർഷക നിയമം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നല്ല വിത്തുകൾ വിതച്ചാൽ നല്ല വിള കൊയ്യാമെന്ന്. അപ്പോൾ നമ്മൾ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. വിള താനേ വന്നു കളയും. നിങ്ങൾ പുറപ്പെടുവിക്കുന്ന വൈബ്രേഷനിൽ നിന്നുണ്ടാകുന്ന ഊർജത്തിന് സമാനമായ അല്ലെങ്കിൽ തത്തുല്യമായ ഊർജം മാത്രമേ തിരികെ നൽകാൻ പ്രപഞ്ചത്തിന് സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബേസ്ഡ് ഓൺ എനർജി. നമ്മളെല്ലാം എനർജിയാണെന്ന് അറിയാമല്ലോ. എനർജിയിലാണല്ലോ നമ്മളെല്ലാം നിന്ന് പോകുന്നത് നിങ്ങൾക്കെല്ലാം. അപ്പോൾ നമ്മൾ എന്താണോ കമ്പനം ചെയ്യുന്നത് അതിന് തുല്യമായ പ്രപഞ്ചം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തിരിച്ചു ലഭിക്കുന്നത് എന്താണോ, ഇപ്പൊ ഞാനിവിടുന്ന് പറയുന്ന വാക്കുകൾ എന്താണോ അതിന് തുല്യമായ വൈദ്യുത തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ വൈദ്യുത തരംഗങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ആ ട്രാൻസ്മിറ്റ് ചെയ്ത വൈദ്യുത തരംഗങ്ങൾ നിങ്ങളുടെ അവിടെ റിസീവ് മോഡിൽ വരികയും അതിന് തത്തുല്യമായി ആ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് തിരിച്ചു നൽകുകയും ചെയ്യുന്നു അല്ലെ? അതല്ല, വേറൊന്നും ചെയ്യില്ലല്ലോ. ഇതാണ് പ്രപഞ്ചം ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ നൽകുന്നത്, നമ്മളൊരു കുന്നിന്റെ അടുത്ത് പോയിട്ട് എക്കോ ഹലോ എന്ന് പഠിച്ചാൽ എക്കോ ഹോളോ അതുപോലെ എക്കോ വരും അല്ലേ? ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എക്കോ വരും. ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം പ്രതലത്തിൽ തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലതാണോ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത്, മോശമാണോ എന്നൊന്നും പ്രപഞ്ചത്തിന് വിഷയമുള്ള കാര്യമല്ല. പ്രപഞ്ചം അത് തിരിച്ചു നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടത്തെ ആകർഷിക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ് അല്ലേ? നിങ്ങളെല്ലാം ദ സീക്രട്ട് എന്ന സിനിമ കണ്ടിട്ടുണ്ട്. അത് വളരെ വിശദമായി വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ദ സീക്രട്ട് ബുക്ക് വായിച്ചിട്ടുണ്ട്.
ഇവിടെ മിക്കവരുടെയും യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് വൈബ്രേഷൻ ആണെന്ന് പുറപ്പെടുവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മിക്ക സമയത്തും അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ സമകാലികമായ സംഭവങ്ങൾ, വാർത്തകൾ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം, നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു, നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട കായിക ടീം വിജയിച്ചാലും ഇല്ലെങ്കിലും തുടർന്ന് പോസിറ്റീവോ നെഗറ്റീവോ ആയ ഒരു തോന്നൽ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾ അബോധാവസ്ഥയിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാരണത്താൽ മിക്ക ആളുകളുടെയും ജീവിതം വളരെയധികം ഒന്നും മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, സോഷ്യൽ മീഡിയ കാണുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു അല്ലേ. സെയിം റുട്ടീനാണ് നടക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? മാറ്റം ഉണ്ടാവണമെങ്കിൽ എല്ലാം മാറുക തന്നെ വേണം. എന്തൊക്കെ മാറണം? പ്രവൃത്തികൾ മാത്രമല്ല, ചിന്തകൾ മാറുമ്പോൾ അതിനനുസരിച്ച് പ്രവൃത്തികൾ മാറുന്നു, പ്രവൃത്തികൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു എന്നാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം വൈബ്രേഷൻ, എന്ത് വൈബ്രേഷൻ ആണോ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അത് തന്നെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ചാക്രികമായ നിയമമാണ് അല്ലേ. ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. വ്യത്യസ്തമായ റിസൾട്ട് വേണമെങ്കിൽ വ്യത്യസ്തമായ കാര്യം ചെയ്യണം എന്നുള്ളത്. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ ആയിട്ട് കാര്യം. എന്താണോ അകത്തുള്ളത് അത് പുറത്തും, എന്താണോ മുകളിലുള്ളത് താഴെയും അല്ലേ. ഭൂമി അങ്ങനെയല്ലേ, ഭൂമി കറങ്ങുന്നത് മുകളിലും ആകാശം താഴെയും ആകാശം അല്ലേ. മുമ്പ് പറയണ്ട താഴെ ആകാശം അല്ല എന്ന് പറയണ്ട, ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് സംഭവം. അപ്പോ ഇത്രയും നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ അതായി തീരുക എന്ന്. മറ്റൊന്നും ചെയ്യാനില്ല, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങൾ അതായി തീർന്നാൽ മാത്രം മതി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാനാവും, അത് നല്ലതായാലും അല്ലെങ്കിലും. ഇപ്പോൾ നമുക്ക് നല്ലതല്ലാത്തത് വേണ്ട അല്ലേ. നമുക്ക് നല്ലത് എത്രയേ ആവശ്യമുള്ളൂ. പക്ഷെ നമുക്കൊന്നും നല്ലത് ചെയ്യാൻ സാധിക്കില്ല, അത് നടക്കില്ല. നിങ്ങൾ അത് ചെയ്യുക തന്നെ വേണം. നല്ലതാവണമെങ്കിൽ നല്ലത് ചെയ്യണം, മോശമാവണമെങ്കിൽ മോശം ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് വിട്ടു തരുന്നില്ല. കാരണം നമ്മളെല്ലാവരും നല്ലതാവാൻ വേണ്ടി മാത്രമുള്ളവരാണ്. അപ്പൊ നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ നല്ലതേ ചെയ്യൂ, നല്ലതേ പറയൂ, നല്ലതേ ചിന്തിക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ, അപ്പോൾ നല്ലത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ, നല്ലത് മാത്രം പറയുമ്പോൾ നല്ലത് മാത്രമേ എനിക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് മാത്രം മാറ്റിയാൽ മതി അല്ലേ. എന്താണ്? നല്ല ചിന്തകൾ എന്ന് മാത്രം അല്ലേ. ഒന്നാമതായി ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ളതും ഇപ്പോൾ ലഭിക്കുന്നതും നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. നിങ്ങൾ ഇതിനെ നിങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നു. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അല്ലെ. നിങ്ങൾ നിരീക്ഷിക്കുന്ന കാര്യങ്ങളോട് പോസിറ്റീവോ നെഗറ്റീവോ ആയ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചിരിക്കാം. ആ പ്രപഞ്ചത്തിന് അതേ വൈബ്രേഷനാണ് നൽകുന്നത്. ആകർഷണ നിയമം എന്ന് പറയുന്നത് ഈ വൈബ്രേഷനോട് പ്രതികരിക്കുകയും നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ കൂടുതൽ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ മാറ്റേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇഷ്ടത്തിന്റെ പ്രയത്നത്തിലൂടെ നിങ്ങളത് മാറ്റാൻ തിരഞ്ഞെടുക്കുന്നത് വരെ ഈ ചാക്രികത വീണ്ടും വീണ്ടും തുടരുന്നു. ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധമില്ലായ്മയുടെ ഇര എന്ന് പറയുന്നത് മറ്റാരുമല്ല. ആരാണെന്ന് നിങ്ങൾ കമന്റിൽ എഴുതിക്കൊള്ളൂ. ഞാൻ പറയുന്നില്ല. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ ഇഷ്ടത്തിന്റെ പ്രയത്നത്തിലൂടെ നിങ്ങൾ അത് മാറ്റാൻ തിരഞ്ഞെടുക്കുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
സംഭവിക്കുന്ന അത് സെയിം തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധമില്ലായ്മയുടെ ഇര മറ്റാരുമല്ല. അത് ആരാണ്? കമന്റിൽ പറയുക കേട്ടോ. ബോധപൂർവമായ സൃഷ്ടിയുടെ പ്രക്രിയയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ചക്രത്തിൽ നിന്ന് പുറത്ത് കിടക്കുക തന്നെ വേണം. നിങ്ങൾ ഇതിനകം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വേണ്ടെന്ന് കരുതി ചെയ്യുന്ന കാര്യത്തിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ആവശ്യമുള്ളത് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നത്. അല്ലേ? എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിച്ചാൽ പിന്നെന്താ അർത്ഥമുള്ളത്? എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് ചെയ്യാൻ തുടങ്ങൂ. അപ്പോൾ വ്യത്യാസം വരുന്നത് കാണാം. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതം നയിക്കപ്പെടുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ പോലും കഴിയാത്ത സാർവത്രിക ശക്തികളിലായിരിക്കും. യൂണിവേഴ്സൽ ലോയിലാണ്. ഇതിൽ ഏറ്റവും ശക്തമായത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് എന്നതാണ് പ്രത്യേകത. ഗുരുത്വാകർഷണ ബല നിയമം പോലെ തന്നെ അത് എല്ലായ്പ്പോഴും പ്രാബല്യത്തിലുണ്ട്. നിങ്ങൾ ഊഹിക്കുന്നതിലും കൂടുതൽ വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം, ഒരു സന്തോഷ വാർത്ത പറഞ്ഞു പോകാം. ഈ സാർവത്രിക നിയമത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. കാരണം ഇത് മാത്രമാണ്, നിങ്ങൾ സൃഷ്ടിയുടെ നിരന്തരമായ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു രീതിയിലാണ് ഇതിനെ പറയുന്നത്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ സൃഷ്ടിയും സൃഷ്ടാവുമാണ് എന്ന്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന്. എല്ലാ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ സജീവമായി നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. നല്ല ചിന്തകളിലൂടെയും ബോധപൂർവമോ ബോധ മനസ്സോടെയോ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ സൃഷ്ടിക്കുന്നു എന്ന് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷണ നിയമ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനായാസേനെ ആകർഷിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഈ ആകർഷണ നിയമം യാഥാർത്ഥ്യമാണോ സാർ? ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വർക്കിംഗ് ആണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പലരും പല സ്ഥലത്തും ഇതിനെ കോൺട്രവേഴ്സിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ പ്രപഞ്ച നിയമത്തെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ പലരും അതിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ പറയും. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ, നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ, വിശ്വാസങ്ങളിൽ, വിദ്യാഭ്യാസങ്ങളിൽ ഒന്നും ഇതിനെപ്പറ്റി കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇതിനെപ്പറ്റിയുള്ള വിശദമായി തന്നെ മറ്റൊരു കാര്യത്തിൽ ചർച്ച ചെയ്യണം. കാരണം അത് വളരെ സങ്കീർണമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. അതിനാൽ ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒറ്റയ്ക്കല്ല ആകർഷണ നിയമം എന്താണെന്ന് ആശ്ചര്യപ്പെടുകയും അവർ കേട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തു. പലപ്പോഴും അത് ഒരുപാട് സംശയങ്ങൾ ഇതുമായി എനിക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ട്. അലാവുദ്ദീനും അത്ഭുത വിളക്കും നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും കഥ, ഇതുമില്ലെങ്കിൽ നമ്മുടെ ടിങ്കൻ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതും വായിച്ചിട്ടില്ലെങ്കിൽ ശിക്കാരി ശംഭുവിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ, ഇതിലൊരു കഥയും നിങ്ങൾ വായിച്ചില്ലെങ്കിൽ, സ്വന്തം കഥകൾ രചിക്കാനും അത് പിന്നീട് വായിക്കാനും നിങ്ങൾ ഇപ്പോൾ മുതൽ തയ്യാറാവുക. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക, സംഭവിക്കുക തന്നെ ചെയ്യും. ആകർഷക നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മികച്ചതായി മാറ്റാനും അതിശയകരമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവി സൃഷ്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നുകൂടി പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ലക്ഷ്യമുള്ള അവസ്ഥയിൽ നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത്. ബാക്കിയെല്ലാം നിങ്ങളുടെ ചിന്തകൾക്ക് വിട്ടുകൊണ്ട് നിങ്ങൾ ആഗ്രഹം എന്താണോ, സ്വപ്നമല്ല ആഗ്രഹം, ആഗ്രഹം ഈസ് എ ഡിസയർ, ബേണിംഗ് ഡിസയർ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ജീവിതം നേടാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ അനന്തതലകളിലേക്ക് പോകണം, അത്യുന്നതങ്ങളിലേക്ക് പോകണമെങ്കിൽ പോയവരെല്ലാവരും വളരെ മുമ്പ് തന്നെ അത് കണ്ടവരാണ്, അതിൽ വിഷ്വലൈസേഷൻ ചെയ്തവരാണ്, അതിൽ അവർ എത്തിയവരാണ്, നേടിയവരാണ് എന്ന് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നന്ദി, നമസ്കാരം.